വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി UDF-ലെ എലിസബത്ത് എഡ്വേർഡിനെ തെരഞ്ഞെടുത്തു. This news brought to you by Kalpaga Weddings, North Paravoor. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് UDF-ലെ എലിസബത്ത് എഡ്വേർഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. 3-അംഗ കമ്മിറ്റിയിൽ അഡ്വക്കേറ്റ് PJ ജസ്റ്റിൻ, എലിസബത്ത് എഡ്വേർഡ് എന്നിവർ UDF പ്രതിനിധികളും ഹാരിത ബൈജു LDF-ഉമാണ്. ഹാരിത ബൈജു വിട്ടുനിന്നതോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എലിസബത്ത് എഡ്വേർഡ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിൽ UDF-ഉം LDF-ഉം ധാരണയുണ്ടായെങ്കിലും അപ്രതീക്ഷിതമായി LDF പത്രിക സമർപ്പിക്കുകയും UDF-ലെ എലിസബത്ത് കൃത്യസമയത്ത് പത്രിക സമർപ്പിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഹാരിത ബൈജുവിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ ഹാരിത ബൈജുവിനെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. ഈ സ്ഥാനം കിട്ടിയത് എൻ്റെ പാർട്ടിയുടെ ഇതാണ്. എൻ്റെ പാർട്ടിയാണ് എനിക്ക് വേണ്ടി ഈ സ്ഥാനം അന്ന് എൻ്റെ പാർട്ടിക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ടാണ് അന്ന് എനിക്ക് ആ സ്ഥാനം വെച്ച് CPM നീട്ടിയെങ്കിലും പിന്നീട് അവർ തന്നെ തിരിച്ചെടുക്കുകയും 6 മാസത്തിന് ശേഷം അവിശ്വാസ പ്രമേയത്തിലൂടെ CPM-ന്റെ ആളെ പുറത്താക്കുകയും ഇന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സന്തോഷം എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് അധികാരസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച LDF-ന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായ വിജയമാണ് UDF-ന്റേതെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് അഡ്വക്കേറ്റ് PJ ജസ്റ്റിൻ പറഞ്ഞു. നമുക്ക് ഇവിടെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഒരു CPM-ഉം കോൺഗ്രസുമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ഞങ്ങളാരും നോമിനേഷൻ കൊടുത്തില്ല. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അവരും CPM ധാരണ പ്രകാരം അത് പാലിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആയിരുന്നു ഞങ്ങളെല്ലാവരും. ഒരു നിമിഷങ്ങൾ വൈകി എന്ന് ആരോപിച്ചുകൊണ്ട് ആ സമയത്ത് അവരുടെ അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് നമ്മുടെ ധാരണകൾക്ക് വിരുദ്ധമായി CPM നോമിനേഷൻ കൊടുക്കുകയും സമയത്തെത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് CPM-ൻ്റെ അംഗത്തെ വിജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ആ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അവിശ്വാസ പ്രമേയം പാസ്സാവുകയും അവരെ അംഗത്തെ ചെയർപേഴ്സൺ സ്ഥാനത്ത് CPM അംഗത്തെ അയോഗ്യയാക്കുകയും ചെയർപേഴ്സൺ സ്ഥാനത്ത് നീക്കം ചെയ്യുകയും ചെയ്ത് തുടർന്നാണ് ഇന്ന് ഇലക്ഷൻ നടന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ എലിസബത്ത് എഡ്വേർഡ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം കൊടുക്കുകയും ഏകപക്ഷീയമായിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വിജയിച്ച എലിസബത്ത് എഡ്വേർഡിനെ UDF നേതാക്കൾ മുനമ്പം സന്തോഷിന്റെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത എലിസബത്ത് എഡ്വേർഡിനെ അഭിനന്ദിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. MM പ്രമുഖൻ ദീപ ജസ്റ്റിൻ, ഷൈജ ചിത്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കുഴപ്പള്ളി.